لهذا السر أدعو في يساري وعساري أنا عبد صار فخري ضمن فقري واضطرار قد كفاني علم ربي من سؤالي واختياري فدعائي وابتهالي شاهد لي بافتقاري. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ചരിത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു ഖൽദൂൻ തൻ്റെ മുഖദ്ദിമയിൽ പറഞ്ഞ ഒരു തത്വം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. സ്വർണം തൂക്കുന്നതിന് വേണ്ടി ഉള്ള ത്രാസിൽ അത് ത്രാസല്ലേ എന്ന് ഉള്ള ന്യായം പറഞ്ഞുകൊണ്ട് വലിയൊരു കരിങ്കല്ല് കൊണ്ടുവന്നു വച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും എന്നാണ്. മനുഷ്യൻ്റെ ബുദ്ധി അത് ബുദ്ധിയല്ലേ എന്ന് വിചാരിച്ച് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും മനുഷ്യൻ്റെ ബുദ്ധിയാകുന്ന ആ തുലാസിൽ അളന്നെടുക്കുവാൻ ഒരിക്കലും സാധ്യമല്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആ ഉദാഹരണം പറഞ്ഞത്. മനുഷ്യൻ്റെ ബുദ്ധി പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾക്കുള്ളിൽ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യലോകത്തിനപ്പുറം ഉള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് ഗവേഷണം നടത്തി മനസ്സിലാക്കുക നമുക്ക് സാധ്യമല്ല. എന്താണ് സ്വർഗം, എന്താണ് നരകം, എന്താണ് അദൃശ്യമായ ലോകം, എന്താണ് അഭൗതികമായ മാർഗത്തിനപ്പുറത്തുള്ളത്, ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് മനുഷ്യർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ പ്രവാചകന്മാരിലൂടെ അയച്ചിരിക്കുന്നത്. അവിടെയാണ് പ്രവാചകന്മാരുടെ പ്രസക്തി നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ സെഷനിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾക്കുള്ള പ്രസക്തിയെയും പ്രാധാന്യത്തെയും സംബന്ധിച്ചും കഴിഞ്ഞ സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുഅ്മിനായി, മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയേണ്ടത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുവാനും അറിയിക്കുവാനും വലിയ താല്പര്യം കാണിക്കുന്ന ആ സമുദായത്തിൻ്റെ മെമ്പർമാർ തന്നെ പ്രവാചകനെ ജീവിതത്തിലേക്ക് പകർത്തുന്ന വിഷയത്തിൽ വളരെ പിന്നിലാണ് എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. പ്രൊഫഷണൽ വിദ്യാർത്ഥികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ കലാലയങ്ങളിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ ഈ പ്രവാചകനെ മനസ്സിലാക്കുന്നതിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ, വിശ്വാസ കർമ്മ ആചാര മേഖലകളിലുള്ള സകലതല സ്പർശിയായ സ്വഭാവ പെരുമാറ്റ മര്യാദകൾ ജീവിതത്തിലേക്ക് സ്വീകരിച്ചവർ, അതിൻ്റെ മാതൃകയായി ജീവിക്കുന്നവർ എത്രയുണ്ട് എന്നുള്ള ഒരു അന്വേഷണം നടത്തുക എന്നത് നിർബന്ധമാണ്. നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രോഫ്കോണിന് വേണ്ടി
യാത്ര പോകുന്നതിനിടക്ക് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ അങ്ങോട്ട് തന്നെ യാത്ര ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ഞങ്ങളെ വന്ന് കാണുകയുണ്ടായി. സലാം പറഞ്ഞ് പരിചയപ്പെട്ട് തിരുവനന്തപുരത്തേക്കാണെന്ന് പറഞ്ഞ് പ്രോഫ്കോണിനെ കുറിച്ചും അവൻ്റെ കലാലയങ്ങളെ സംബന്ധിച്ചും എല്ലാം സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ ആ സഹോദരൻ ഈ സത്യസന്ദേശം മനസ്സിലാക്കിയിട്ട്. 6 മാസത്തിന് മുമ്പ് അദ്ദേഹം ഈ സത്യത്തിലല്ല ഉള്ളത്. അത് മനസ്സിലാക്കിയ സാഹചര്യവും ചർച്ചയിലൂടെ ബോധ്യപ്പെട്ടു. ആ സന്ദർഭത്തിൽ ആ സുഹൃത്തു പറഞ്ഞ ഒരു അനുഭവമാണ് ഈ 21ാമത് പ്രോഫ്കോണിൽ പങ്കെടുത്ത പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതികളെ, വിശ്വാസ കർമ്മ മേഖലകളെ നെഞ്ചിലേക്ക് എടുത്തു വെക്കണം, ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിക്കണമെന്ന് ആഗ്രഹത്തോടുകൂടി കടന്നു വന്ന, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്. അവൻ പറഞ്ഞ ഒരു സങ്കടം, അത് നിങ്ങളോടല്ലാതെ ഞങ്ങൾ ആരോട് പറയും? അവൻ പറഞ്ഞ സങ്കടത്തിന്, അവൻ പറഞ്ഞ അവൻ്റെ കണ്ണിൽ നിന്ന് ഒറ്റി വീണ ആ കണ്ണീരിന് ഒരു ശമനം നൽകാൻ, അതിന് പ്രായോഗികമായ പരിഹാരമുണ്ടാക്കുവാൻ 21ാമത് പ്രോഫ്കോണിൻ്റെ സമ്മേളനത്തിൽ വന്ന നിങ്ങൾക്ക് സാധിക്കുമെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണത്. അവൻ പറഞ്ഞത്, 6 മാസം മാത്രമേ ഞാൻ ആയിട്ടുള്ളൂ ഈ സത്യസന്ദേശം മനസ്സിലാക്കി തുടങ്ങിയിട്ട്. ഞാൻ ഷഹാദത്ത് കലിമ വിശ്വസിച്ചു, പ്രഖ്യാപിച്ചു, അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പരമാവധി. അതിലേറ്റവും നിർബന്ധ പ്രവർത്തനമായ കർമ്മമായ നമസ്കാരം പിന്നീട് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഏകദേശം 6-ലധികം വിദ്യാർത്ഥികളുണ്ട്. ഞാൻ മാത്രമാണ് പുതിയ ഒരാളുള്ളത്. ബാക്കിയുള്ളവരെല്ലാം മുസ്ലിം സൊസൈറ്റിയിലെ മെമ്പർമാരാണ്, സുഹൃത്തുക്കളാണ്. എന്നാൽ ഖേദകരെന്ന് പറയട്ടെ, ആ ഹോസ്റ്റൽ റൂമിൽ വെച്ച് ഞാൻ നമസ്കരിക്കുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം എനിക്ക് ആ നമസ്കാരത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുകയും അതിനെ നിസ്സാരവൽക്കരിക്കുകയും അത്രയൊന്നും കണിശമായത് നിർവഹിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ എന്നോട് സംസാരിക്കുകയും ചെയ്യാറുള്ളത് എൻ്റെ കൂടെയുള്ളവർ തന്നെയാണ് എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞതെന്താണെന്നോ, ഞങ്ങൾ ഈ മതത്തിൽ ഉള്ള ആളുകളാണ്, ഇതിൻ്റെ ആളുകളാണ് ഞങ്ങൾ, അങ്ങനെയുള്ള വീടുകളിൽ നിന്നാണ് ഞങ്ങളൊക്കെ വരുന്നത്. ഞങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു കണിശത നിനക്കെന്തിനാണ്? ഞങ്ങളൊന്നും നിന്നെപ്പോലെ എല്ലാ വക്തും നമസ്കരിക്കുന്നില്ലല്ലോ, എന്നിട്ട് നീ എന്തിന് എല്ലാ 5 വക്തും കൃത്യമായി എന്തിനിങ്ങനെ നമസ്കരിക്കണം? ഞങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു വാചകമാണത്രേ അവർ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിന് പുറത്തുള്ളവരോ? ഇസ്ലാമിനെ നശിപ്പിക്കുന്നത് ഇസ്ലാമിനെ പുറത്തുള്ളവരോ? അതോ അകത്തുണ്ടെന്ന് വാദിക്കുന്നവരോ? മുസ്ലിം നാമധാരികളോ? പ്രൊഫഷണൽ കോളേജുകളിൽ കടന്നു ചെല്ലുമ്പോഴേക്കും ഞാൻ മുസ്ലിമാണെന്ന് പറയുവാനുള്ള ചങ്കുറപ്പ് നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് പലപ്പോഴും ഇന്ന് നമ്മുടെ പ്രൊഫഷണൽ കലാലയങ്ങളിൽ വസിക്കുന്ന നമ്മുടെ മുസ്ലിം നാമധാരികളായ കുട്ടികൾക്കുള്ളത്. ഇവിടെ പങ്കെടുത്ത നിങ്ങളാരും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടാവരുത് എന്നാണ് എനിക്ക് ഒന്നാമതായി നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, ആർജവം നൽകേണ്ടവരാണ് നമ്മൾ, പ്രേരണ നൽകേണ്ടവരാണ് നമ്മൾ, പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ് നമ്മൾ. അതിനു പകരം നമ്മൾ തടസ്സക്കാരായി മാറാൻ പാടുണ്ടോ? ഇസ്ലാമാകുന്ന ഈ പ്രകാശത്തിന്റെ മുമ്പിൽ, ഈ ടോർച്ചിന്റെ മുമ്പിൽ, ഈ വെളിച്ചത്തിന്റെ മുമ്പിൽ, ഈ പ്രകാശ ഗോപുരത്തിന്റെ മുമ്പിൽ ഒരു തടസ്സക്കാരനായി നിൽക്കാനാണോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് വചനം ഉച്ചരിച്ചുകൊണ്ട് ഞാനും മുസ്ലിമാണ്, ഞാനും മുസ്ലിമായ പ്രതിനിധിയാണെന്ന് പറഞ്ഞ്
രംഗത്ത് വന്നിരിക്കുന്നത് ഈ പ്രകാശത്തെ ഊതിക്കെടുത്തുവാനാണോ, ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുവാനാണോ, ഇതിനെ നിസ്സാരവൽക്കരിക്കുവാനാണോ, അതോ ഇതിനെ പകർത്തിക്കൊടുക്കുവാനാണോ, ഇതിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനാണോ? ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റങ്ങൾ ജീവിതത്തിൽ ഒപ്പിയെടുത്തുകൊണ്ട് ഇതാ എന്നെ നോക്കൂ, ഞാൻ പ്രവാചകന്റെ അനുയായിയാണ്. എൻ്റെ ജീവിതം കണ്ടാൽ നിങ്ങൾക്കതറിയാം. എൻ്റെ രാവ് മുതൽ പകൽ മുതൽ രാവ് വരെയുള്ള ജീവിതം, എൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള ജീവിതം, എൻ്റെ സകല മേഖലകളും നിങ്ങൾ പരിശോധിക്കൂ. ഇതാണ് പ്രവാചകന്റെ ജീവിതമെന്ന് നെഞ്ചൂക്കോടുകൂടി പറയാൻ ഈ പ്രോഫ്കോണിന് വന്ന നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം സഹോദരങ്ങളെ. അതിനാണ് നിങ്ങളെ ഇത്രയും പ്രയാസത്തോടുകൂടി ഇവിടെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഇങ്ങനെയുള്ള ഒരു മഹാസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കതിനുള്ള ആർജവമുണ്ടാകണം. ഇതുപോലെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം നാമധാരികളായ കുട്ടികളെ തിരുത്താൻ ഹോസ്റ്റൽ റൂമുകളിൽ, നിങ്ങളുടെ ക്യാമ്പസിന്റെ തലങ്ങളിൽ ജീവിക്കുന്ന പ്രവാചകന്റെ മാതൃകകളായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നിങ്ങൾ പ്രൊഫഷണൽ വിദ്യാർത്ഥികളായതുകൊണ്ട് ഒരുപാട് ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ചില പ്രയാസങ്ങളുണ്ട്. ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എന്നോട് യോജിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് സമയം തീരെ ലഭിക്കാത്തവരാണ്. പൊതുവേ ജീവിതകാലത്ത് തന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് മറ്റുള്ള ഡിഗ്രി കോഴ്സുകളിലേക്ക് പോയി എൻട്രൻസ് എക്സാമുകളിലേക്ക് കടന്നു ചെന്ന് വല്ലാത്ത ഒരു തിരക്ക് പിടിച്ച ജീവിതമാണ് ഇതുവരെയും ഇപ്പോഴും നിങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും നാട്ടിലും നടക്കുന്ന കല്യാണങ്ങളിലോ സൽക്കാരങ്ങളിലോ, എന്തിനധികം ഉത്തരവാദപ്പെട്ട കുടുംബാംഗങ്ങൾ മരണപ്പെടുമ്പോൾ അവരുടെ ജനാസയിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ, ആ ദിവസം പോലും മാറി നിൽക്കാൻ കഴിയാത്ത പരീക്ഷകളും തിരക്കുകളും പഠനത്തിൻ്റെ പിരിമുറുക്കങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവരാണ് നിങ്ങളിൽ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ചില നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, നിങ്ങൾ അറിയാതെ സംഭവിക്കുന്ന ചില നഷ്ടങ്ങൾ. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവുമായുള്ള ബന്ധം പലപ്പോഴും നമുക്ക് കുറഞ്ഞു പോകും. അവരുമായുള്ള പെരുമാറ്റം, അവരുമായുള്ള ഇടപഴകലിൻ്റെ സമയം നമുക്ക് പലപ്പോഴും ഇല്ലാതെയായി പോകുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതിനൊരു പരിഹാരം ബോധപൂർവം നമ്മൾ കണ്ടെത്തണം. പലപ്പോഴും പല രക്ഷിതാക്കളും പറയാറുള്ള ഒരു സംഗതി, ഒരു എൻട്രൻസ് കഴിഞ്ഞ് പ്രൊഫഷണൽ ക്യാമ്പസുകളിലേക്ക് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവരോടൊരു കാര്യം പറയാൻ, ഒരു വിഷയം അവരെ ബോധ്യപ്പെടുത്തുവാൻ കുറച്ച് പ്രയാസമാണ് എന്നാണ്. കാരണം വീട്ടിൽ ആര് സംസാരിക്കും അവരോട് എന്നതാണ് തർക്കം. വാപ്പ പറയും ഉമ്മയോട് നീ സംസാരിക്കണം, ഉമ്മ പറയും നിങ്ങളുടെ മകനല്ലേ നിങ്ങൾ സംസാരിച്ചാൽ മതി. ഉമ്മയും വാപ്പയും പറയും മൂത്ത ജ്യേഷ്ഠനോട് നിന്റെ അനുജനല്ലേ അവൻ്റെ അടുത്ത് കുറച്ച് തകരാറുകളൊക്കെ കാണുന്നുണ്ട്, പഠനത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല അവൻ്റെ സ്വഭാവത്തിൽ ഈയിടെയായി കാര്യമായ തകരാറുകളുണ്ട്, അതുകൊണ്ട് നീ അതൊന്ന് തിരുത്തി പറഞ്ഞു കൊടുക്കണം എന്ന് ജ്യേഷ്ഠനോട് പറയും. അപ്പോൾ ജ്യേഷ്ഠൻ പറയും നിങ്ങൾ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ എന്തിനത് ഉപദേശിക്കണം, നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ. അപ്പം നിങ്ങളോട് ഒരു കാര്യം ഉപദേശിക്കാൻ വീട്ടിലുള്ള ആളുകൾക്കൊന്നും ധൈര്യം കിട്ടുന്നില്ല എന്നതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ അടക്കി പറയല്ല, അങ്ങനെ സാഹചര്യം നമ്മളെ വീടുകളിലുണ്ട്, പല വീടുകളിലുണ്ട്. കാരണം എന്താ പറയുക, പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ബേജാറാണ്. എങ്ങനെ ഞാൻ എൻ്റെ മോനോടത് പറയാം, എങ്ങനെ ഞാൻ എൻ്റെ മോളോടത് പറയാം, അത് പറഞ്ഞാൽ അവന് വല്ല തെറ്റിദ്ധാരണ ഉണ്ടാവുമോ? ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കുട്ടികളാണ്, അതുകൊണ്ട് അവൻ എങ്ങനെയാണ്, ഏത് സെൻസിലാണ് അത് എടുക്കുക? ഇങ്ങനെ നമ്മളോടൊരു കാര്യം പറയാൻ പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യം വീട്ടുകാർക്കോ സമൂഹത്തിനോ നാട്ടുകാർക്കോ ഉണ്ടാവരുത്. അത് നമ്മളോട് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ആരോടും ഇണങ്ങാതെ, ആരോടും സംസാരിക്കാതെ, എപ്പോഴെങ്കിലും തിരക്ക് പിടിച്ചിട്ടായിരിക്കും നമ്മൾ വീട്ടിലെത്തുക. അപ്പോഴും നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോണും ഉപയോഗിച്ച് അതിലെ ഫേസ്ബുക്കും വാട്സപ്പും സകല സൗകര്യങ്ങളും അതിൽ തല വീഴ്ത്തി പിടിച്ച് സ്വന്തം വാപ്പയോടും ഉമ്മയോടും ഒരു വർത്തമാനം ചോദിക്കാതെ, ജ്യേഷ്ഠനോടൊന്നും സംസാരിക്കാതെ, അയൽവാസിയോടൊന്നും സംസാരിക്കാതെ, അതുപോലെ തന്നെ നാട്ടിലെ മഹല്ലിലെ പള്ളിയിലുള്ള ഖത്തീബിനോടൊന്ന് സലാം പറയാതെ, തൊട്ടടുത്തുള്ള കുടുംബാംഗങ്ങളിലൊന്നും പോകാതെ, അവിടെ മൂത്താപ്പ രോഗാവസ്ഥയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് സന്ദർശിക്കാതെ, നമ്മളിങ്ങനെ മെഡിസിനും എഞ്ചിനീയറിങ്ങിനും മറ്റുള്ള കോഴ്സിനും പഠിക്കുന്നു, നമ്മളെക്കുറിച്ച് പിന്നെ നമ്മളെ പിതാക്കന്മാരും പറയുന്നത് അവൻ ഭയങ്കര തിരക്കിലാണ്, ഇന്നലെ വന്നു രാവിലെ പോയി അല്ലേ. അങ്ങനെ നമ്മൾ എന്നൊരു വ്യക്തി അവിടെ ഉള്ളതായിട്ട് കുടുംബത്തിനും ഫീൽ ചെയ്യണില്ല, നാട്ടുകാർക്കും ഇല്ല, അയൽവാസികൾക്കും ഇല്ല. അവരൊക്കെ നമുക്കൊരു ആനുകൂല്യം വെച്ച് തരുന്നുണ്ട്. എന്ത്, അവൻ ഒരുപാട് പഠിക്കാനുള്ള ആളായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞങ്ങളോടൊന്നും സംസാരിക്കാനും ഇടപഴകാനൊന്നും സമയമില്ലാത്തത് എന്നൊരു ആനുകൂല്യത്തിൻ്റെ മുകളിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. ഈ പ്രോഫ്കോണിൽ പങ്കെടുത്ത നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, അങ്ങനെ ആവരുത്.
നമ്മൾ ഇഴുകിച്ചേർന്ന് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നൊരു സ്വഭാവം, അതാണ് പ്രവാചകന്റെ മൊത്തത്തിലുള്ള സ്വഭാവ മാതൃക എന്ന് പറയുന്നത്. പ്രവാചകന്റെ അത്ര തിരക്ക് വേറെ ആർക്കെങ്കിലും ഉണ്ടായി? നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര യുദ്ധങ്ങൾ പ്രവാചകന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. 9 ഭാര്യമാർ പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടുണ്ട്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം വീട്ടിലും ഭാര്യമാരോടും മക്കളോടും അയൽവാസികളോടും നാട്ടുകാരോടും സമൂഹത്തോടും മാന്യമായി പെരുമാറുകയും ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെന്നതാണ് പ്രവാചക ജീവിതത്തിന്റെ സമസ്ത മേഖലകളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് മുഅ്മിൻ? അൽ മുഅ്മിനു യഅലഫു വയുഅലഫു വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫ്. മുഅ്മിൻ ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യും. ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യാത്തവനിൽ യാതൊരു നന്മയും ഇല്ല എന്നാണ്. അതായത് കണ്ടാൽ തന്നെ സംസാരിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾ, ഇപ്പോഴത്തെ വളർന്നു വരുന്ന തലമുറ പിശുക്കന്മാരാണ്. ഒരു വിഷമവും നിങ്ങൾക്ക് എന്നോട് തോന്നരുത്. സ്വന്തം ഉപ്പയോട്, സ്വന്തം ഉമ്മയോട്, സ്വന്തം ജ്യേഷ്ഠാനുജന്മാരോട് അല്പസമയം ഇരുന്ന് സംസാരിക്കുമ്പോഴേക്കും പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുകയാണ്, വേഗം വാട്സപ്പ് തുറക്കുകയാണ്, ഫേസ്ബുക്ക് ഓൺ ചെയ്യുകയാണ്. എന്നിട്ട് അതിലുള്ള കമ്മ്യൂണിക്കേഷനുകളാണ്. അതിൻ്റെ ഇടയിൽ വാപ്പ എന്തോ പറയുന്നുണ്ട്, ഉമ്മ എന്തോ സംസാരിക്കുന്നുണ്ട്, ജ്യേഷ്ഠൻ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അല്പം കേട്ടു അല്പം കേട്ടില്ല എന്ന രൂപത്തിൽ തള്ളി മാറ്റുന്ന ഒരവസ്ഥ. എന്നിട്ട് അവസാനം ഉമ്മ പറയുന്നൊരു ഡയലോഗുണ്ട്, അവനെന്തോ പഠിക്കുന്ന കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവനെ ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടി എഴുന്നേറ്റ് പോകുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെയാവരുത് നമ്മൾ. വീട്ടിലേക്ക് കയറി വരുന്നതും മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് കയറി വരിക, മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇറങ്ങിപ്പോവുക. സ്വന്തം വീട്ടുകാരുടെ മുഖത്തേക്ക് നോക്കാത്ത, സ്വന്തം അയൽവാസികളോട് ഇണങ്ങി ജീവിക്കാത്ത ഒരവസ്ഥ ഒരു പ്രവാചകന്റെ അനുയായിക്ക് ഒരു കാരണവശാലും ഉണ്ടായിരിക്കുവാൻ പാടില്ലാത്തതാണ് സഹോദരങ്ങളെ. ആ ഇണക്കത്തിന്റെ മഹത്വം പറഞ്ഞത് നോക്കൂ നിങ്ങൾ. ഇന്ന അഖ്റബകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനുകും മഖ്ലാക അൽ മുത്തഊന അകിനാഫൻ അല്ലദീന യഅലഫൂന വയുഅലഫൂൻ. നിശ്ചയം അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ പെരുമാറുവാൻ കൊള്ളുന്ന നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരനായിരിക്കും. അവർ തങ്ങളുടെ സ്വഭാവം കൊണ്ട് ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യുന്നവരായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിസൻ വലാ മുതഫഹിസ. അല്ലാഹുവിന്റെ റസൂല് ദുഷിപ്പ് പറയുന്നവനോ ദുഷിച്ചത് ചെയ്യുന്നവനോ ആയിരുന്നില്ല. വകാന യഖൂൽ ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനകും മഖ്ലാഖ. നിശ്ചയം റസൂലുള്ള പറഞ്ഞു, നിങ്ങളിൽ ഉത്തമൻ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാകുന്നു, ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാകുന്നു നിങ്ങളിൽ ഉത്തമൻ. ഇത് പറയുമ്പോൾ ചില ആളുകൾ, ചില കുട്ടികൾ പറയുന്നൊരു സംഗതി ഉണ്ട്. എന്ത് അല്ലേ? നമ്മൾ പറയും, നിനക്ക് കുറച്ച് മുൻകോപം കൂടുതലാണ്, നിനക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്, നിന്റെ സംസാരം നീ ഒന്ന് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഉപദേശിക്കുമ്പോൾ കേൾക്കുമ്പോൾ പറയാറുള്ളൊരു തിരിച്ച് പറയുന്നൊരു കമൻ്റ് ഉണ്ട്. അതെന്താ അറിയോ? അതിൻ്റെ സ്വഭാവമാണ്, അതിൻ്റെ സ്വഭാവമാണ്. ഞാൻ അങ്ങനെയാണ്, ഞാൻ കുറച്ച് ദേഷ്യക്കാരനാണ്, അപ്പം എൻ്റെ സ്വഭാവമാണ്, ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒക്കെ ആയി, എല്ലാ ന്യായീകരണമായി. അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? അങ്ങനെ ഒരാളുണ്ടാവാൻ പാടില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രവാചകന്റെ സ്വഭാവത്തിലേക്ക് മാറണം. അപ്പോഴല്ലേ പ്രവാചകന്റെ അനുയായി ആയി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോഴല്ലേ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത് നമുക്ക് പ്രയോഗതലത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്വഭാവത്തിൽ മാറ്റം വേണം, എഡിറ്റിംഗ് വേണം. ആകത്തുക ഞാൻ പറയുന്നത്, ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ആളുകളോട് മുഖത്തു നോക്കി സംസാരിക്കുകയും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറണം. ഒരു തുരുത്തിലേക്ക് ഒതുങ്ങി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. പെൺകുട്ടികൾക്കുമുണ്ട് ആ ഒരു സ്വഭാവം, അല്ലേ? നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ വന്നു കഴിഞ്ഞാൽ ആരോട് സംസാരിക്കാതിരിക്കുക. അത് ഒരു പക്ഷേ വീട്ടിൽ നിന്ന് കൈകാര്യം ചെയ്തു തരേണ്ട വിഷയമായിരിക്കും. ചിലപ്പോൾ വീട്ടുകാരുടെ ഇടപെടൽ നമുക്ക് പറ്റാത്തതായിരിക്കും. അത് പറ്റാത്തതാണ് എങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി രക്ഷിതാക്കളോട് സംസാരിക്കുക, അതിന് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിന് പകരം മിണ്ടാതിരിക്കുക എന്നുള്ളൊരു സ്വഭാവം. അങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഈ വീട്ടുകാർ തീ തിന്നുന്നത് പോലെയാണ്. നിങ്ങൾ ആലോചിക്കണത്. അവരെന്താ പറയുക? എന്താ അവളോടൊന്നും ചോദിച്ച് അവൾ പറയണില്ല, എന്താണ് ആ കുട്ടിൻ്റെ മനസ്സിൽ നീ ഞങ്ങൾക്ക് അറിയണില്ല, അവനോട് സംസാരിച്ചിട്ട് ശരിയാണില്ല, അവങ്ങനെ മിണ്ടാതിരിക്കും, ഭക്ഷണം കഴിക്കൂല, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒരു കാര്യം സംസാരിക്കാതെ ഇറങ്ങിപ്പോയിട്ടുള്ളത്. എന്താണ് അവൻ്റെ കോളേജിൽ സംഭവിച്ചതെന്നറിയില്ല, ഈ കോളേജിൽ വല്ല പ്രശ്നമുണ്ടോയെന്നറിയില്ല. ഈ രക്ഷിതാക്കൾ ആരോടൊക്കെ പറയുന്നുണ്ടെന്നറിയോ? അവിടെയുള്ള
ഖത്തീബിനോട് പറയുന്നുണ്ട്, അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട്, ഈ വിഷമം പറയുന്നുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? നമ്മളെ കാര്യം വ്യക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരാകാൻ നമ്മൾ പാടില്ല. നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെ ഉണ്ടോ അത് നമ്മൾ പറയേണ്ടവരോട് പറയാനും തുറന്നു പറഞ്ഞ് സംസാരിച്ച് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുവാനുമുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. ആ നിലക്കുള്ള ഒരു ഹൃദയ വിശാലത നമുക്കുണ്ടാകേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഖീല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലയാൾ? ഖാല, അവിടുന്ന് പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബ് സദൂഖുൽ ലിസാൻ. പ്രവാചകൻ പറയാണ്, എല്ലാ മഖ്മൂമുൽ ഖൽബും സദൂഖുൽ ലിസാനുമാണ് ഏറ്റവും നല്ല ആളുകൾ. ഖാലു, അവിടുന്ന് ചോദിക്കപ്പെട്ടു, സദൂഖുൽ ലിസാനി നഅരിഫുഹു, ഈ സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി, അഥവാ സംസാരത്തിൽ സത്യസന്ധന്മാരാവുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഫമാ മഖ്മൂമുൽ ഖൽബ്, എന്താണ് പ്രവാചകരെ ഈ മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ? ഖാല, അവിടുന്ന് പറഞ്ഞു, ഹുവ തഖിയ്യു അന്നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ. പ്രവാചകൻ പറഞ്ഞത് എന്താണ്? പാപമോ അതിക്രമമോ ചതിയോ അസൂയയോ തീരെയില്ലാത്ത ശുദ്ധനും ഭക്തനുമാണ് അയാൾ. ഇയാളെയാണ് മഖ്മൂമുൽ ഖൽബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമന്മാരെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഒരാളെ ചതിക്കുക, അതുപോലെ തന്നെ മറ്റൊരാളെ അസൂയ തോന്നുക, അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള മാനസികാവസ്ഥ ഉണ്ടാകുക, ഒരു മോശമായ ഒരു മനസ്സിൻ്റെ വക്താവാകാൻ നമ്മൾ പാടില്ല. എല്ലാവരോടും മിഴുകിച്ചേർന്ന് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി പെരുമാറുന്ന നല്ല ഒരു സ്വഭാവത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പോൾ അധികം വാഴലും പ്രസംഗമൊന്നും നമ്മൾ നടത്തേണ്ടി വരില്ല. ഈ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ ഹോസ്റ്റലുകളിലുള്ള, നമ്മുടെ ബെഞ്ചുകളിലിരിക്കുന്ന ആളുകൾ എന്താണ് ഇസ്ലാം എന്ന് അറിയുന്നൊരവസ്ഥ ഉണ്ടാകും. അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്, ഞങ്ങളൊന്നും നിസ്കരിക്കണില്ലല്ലോ, ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യണില്ലല്ലോ, ഞങ്ങളൊക്കെ സിനിമയ്ക്ക് പോകുന്നുണ്ടല്ലോ, ഞങ്ങളൊക്കെ മോശപ്പെട്ട പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇതാണ് മുസ്ലിങ്ങളെന്ന് പറഞ്ഞ് പറയുന്ന സ്വഭാവക്കാരായി മാറാൻ പാടില്ല. നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ പ്രതിനിധികളായി നമ്മൾ രംഗത്ത് വരിക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നമുക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വന്നാൽ അവരെ ബഹുമാനിക്കണം. ചില വീടുകളിലൊക്കെ നമ്മുടെ അകന്ന കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ എപ്പോഴെങ്കിലും വരികയായിരിക്കും. അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സിറ്റ് ഔട്ടിൽ നിന്ന് അങ്ങോട്ട് എണീറ്റ് പോയി നമ്മുടെ ബെഡ്റൂമിൽ പോയിരിക്കും. അതൊക്കെ വാപ്പിയമ്മയും കൈകാര്യം ചെയ്തോളൂ, അതൊന്നും ഞാൻ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല. എന്താ വന്ന അതിഥി ചോദിക്കുക, അപ്പം എണീറ്റ് പോയ ആളാരാണ്? അതെൻ്റെ മൂത്ത മകനാണ്, അവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ് അല്ലേ. അപ്പം ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന മൂത്ത മകന് എന്താ ഈ വന്ന ആളോടൊന്ന് സലാം പറഞ്ഞാൽ, എന്താ അയാളോടൊന്ന് സംസാരിച്ചാൽ? അതിഥിയെ മാനിക്കുക എന്നത് മുഅ്മിനിന്റെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ അതിഥിയോടുള്ള മര്യാദ അത് വളർന്നു വരുന്ന തലമുറയിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും തന്നെ നമ്മളിൽ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള ഒരുപാട് മേഖലകളിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എവിടെയെങ്കിലും ഒരു രോഗിയുണ്ട് എങ്കിൽ ഈ അടുത്ത ആഴ്ച പോകുമ്പോൾ ആ രോഗി അടുത്തൊന്ന് പോകണം എന്നുള്ളൊരു അജണ്ടയായി നമ്മൾ സ്വീകരിക്കണം. അത് ചിലപ്പോൾ ബസ് ഇറങ്ങി നടന്നു പോകുന്ന വഴിയിലായിരിക്കും ആ വീട്. ആ വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ ഒന്ന് കയറണം. ആ തോളിൽ ബാഗ് ഉണ്ടായിരിക്കും. കയറി അദ്ദേഹത്തിനോട് സലാം പറഞ്ഞ് സംസാരിക്കുമ്പോൾ, ഞാൻ എളാപ്പാ, ഞാൻ കോളേജിൽ നിന്ന് വരികയാണ്, നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് ഇന്നലെ ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, ആ രോഗ സന്ദർശനം നടത്തിയാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവുകയില്ല. നിങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടാകും. ഇങ്ങനെയുള്ള മക്കൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ എന്നവർ ആലോചിക്കും. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും, അവർ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അങ്ങനെ രോഗസന്ദർശനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ സകല മേഖലകളിലും, ഭക്ഷണ രംഗത്തും അതുപോലെയുള്ള എല്ലാ മേഖലകളിലും, ഹോസ്റ്റലുകളിലൊക്കെ പല ആളുകളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ആ കഴിച്ചതിൻ്റെ ബാക്കി മുഴുവൻ കൊണ്ടുപോയി തള്ളുന്നൊരവസ്ഥ ഉണ്ടാവരുത് സുഹൃത്തുക്കളെ. ഈ പ്രോഫ് കോണിൽ പങ്കെടുത്ത നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിലൊരു വറ്റ് പോലും അവശേഷിക്കുണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ ഹോസ്റ്റലുകളിലേക്ക് നിങ്ങൾ തിരിച്ചു ചെന്നാൽ അങ്ങനെയുള്ള പ്രവാചകന്റെ ഒരു നല്ല മാതൃക ഭക്ഷണത്തിൻ്റെ രംഗത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയണം. വേഷവിധാനത്തിൻ്റെ രംഗത്തുണ്ടാക്കിയെടുക്കാൻ കഴിയണം. പെരുമാറ്റത്തിൻ്റെ രംഗത്തുണ്ടാക്കിയെടുക്കാൻ കഴിയണം. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി അനുധാവനം ചെയ്യുന്നൊരവസ്ഥ ഇപ്പം കാണുന്നൊരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ദീനുമായി യാതൊരു ബന്ധവുമില്ലാതെ എല്ലാവരുമായും ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഹക്കും ബാത്തിലും നോക്കാതെ ജീവിക്കുന്ന ഒരവസ്ഥ. മോശപ്പെട്ട എന്തൊക്കെ കാര്യമുണ്ടോ സമൂഹത്തിൽ അതിലൊക്കെ ഇടപെട്ട് ജീവിക്കുന്ന ഒരു തുറന്ന ഒരവസ്ഥ. അതല്ലെങ്കിലോ അതിൽ നിന്ന് മാറി കുറച്ച് ദീനിയായി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മതപരമായി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ആളുകളോടുള്ള ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ കുറച്ച് പരിചയമുള്ള കുറച്ച് കുട്ടികൾ തന്നെപ്പോലുള്ള കുട്ടികളോട് മാത്രം ബന്ധപ്പെടുന്ന ഒരവസ്ഥ. ഈ രണ്ടവസ്ഥ പലപ്പോഴും ക്യാമ്പസുകളിൽ കാണുന്നുണ്ട്. ഇത് രണ്ടുമല്ല നമുക്ക് വേണ്ടത്. നമ്മൾ മുഅ്മിനായി ജീവിക്കുമ്പോൾ തന്നെ എല്ലാവരോടും മതം അനുവദിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ബന്ധം, അത് മുസ്ലിമീങ്ങളോടും മതമുള്ളവനോടും മതമില്ലാത്തവരോടും എല്ലാവരോടും മതം അനുവദിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു സൗഹൃദം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ബഹുമത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് പ്രവാചകന്റെ മാതൃക എങ്ങനെയാണ് ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്ന് ഒപ്പിയെടുത്തുകൊണ്ട് അതിൻ്റെ നേർചിത്രങ്ങളായി ജീവിക്കുന്ന മാതൃകകളായി ഈ പുതിയ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയണം. ഇസ്ലാമോഫോബിയക്കും തീവ്രവാദത്തിനും ഇന്ത്യയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾക്കുമുള്ള പരിഹാരം ഇസ്ലാമിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളാണ്. 21ാമത് പ്രോഫ്കോണിൽ പങ്കെടുത്ത നിങ്ങളിൽ ആ പ്രതീക്ഷ ഞങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.